ജീവൻ പോലും ത്യജിച്ച് തെരുവിൽ വീണ പൂച്ചയെ രക്ഷിച്ച സിജോ തിമോത്തി ഇന്ന് ഈ ലോകത്തില്ല. പക്ഷേ അവൻ പടുതുയർത്തിയ ഒരു സ്നേഹലോകം ഇപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സിജോയുടെ കരുണ കൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് എത്തിയ 8 നായ്ക്കൾ. സിജോയുടെ മരണശേഷം ആരും നോക്കാനില്ലാതെ കഷ്ടപ്പെടുമെന്നായിരുന്നു വിചാരിച്ചത്. എന്നാൽ അവർക്ക് വീണ്ടും സഹായമായി എത്തിയിരിക്കുകയാണ് ഒരു സന്നദ്ധ സംഘടന. പീപ്പിൾ ഫോർ ആനിമൽ വെൽഫെയർ സർവീസ് എന്ന സ്നേഹ സംഘടനയാണത്. ചിറ്റിലപ്പള്ളിയിലെ കാളത്തോട് സിജോയുടെ വാടക വീടിന്റെ ടെറസിലാണ് ഈ 8 നായ്ക്കൾ കിടന്നിരുന്നത്. സിജോയുടെ മരണശേഷം അവയുടെ കണ്ണുകളിൽ ഭീതിയും നിരാശയും നിറഞ്ഞിരുന്നു. അവൻ മാത്രമായിരുന്നു അവരുടെ ലോകം. നേരത്തെ പരിക്കേറ്റ നായ്ക്കളെയും പൂച്ചകളെയും സ്വന്തം പണത്തിൽ ചികിത്സിച്ചിരുന്ന സിജോയുടെ സ്നേഹത്തോട് പിൻവാങ്ങാനായില്ല പോസ് പ്രവർത്തകർക്ക്. പ്രീതി ശ്രീവത്സൻ, കണ്ണൻ അഞ്ചേരി, മനു ജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് പോസ് സംഘം അവിടേക്ക് എത്തിയത്. ഷെൽട്ടർ തയ്യാറാകും വരെയുള്ള പരിപാലനവും ഭക്ഷണം നൽകലും പോസ് ഏറ്റെടുത്തതായി അവർ പറഞ്ഞു. നായ്ക്കൾക്ക് ഭക്ഷണം നൽകുകയും അവയുടെ ഷെൽട്ടർ വൃത്തിയാക്കുകയും ചെയ്തു. തൊലിപ്പുറത്തിൽ പ്രശ്നമുള്ള നായ്ക്ക് അടിയന്തര ചികിത്സയും ലഭിക്കും. വൈദ്യുതി ഇല്ലാത്തത് അതൊരു വലിയൊരു വെല്ലുവിളിയായി എങ്കിലും ശ്വാസം നിലനിർത്തേണ്ടത് സ്നേഹമാണ് എന്ന് ടീം വ്യക്തമാക്കി. ഷെൽട്ടർ ഒരുക്കുന്നത് വരെ പോസ് ഈ നായ്ക്കളുടെ സംരക്ഷണവും ഭക്ഷണവും ഏറ്റെടുക്കും. ചെറുപ്പം മുതൽ പലയിടത്തു നിന്നുമായി സിജോ കൊണ്ടുവന്നതാണ് ഈ നായ്ക്കളെ. ഇതിൽ ഒരെണ്ണത്തിന് തൊലിപ്പുറത്ത് ചികിത്സ ആവശ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തത് പരിപാലനത്തെ ബാധിക്കുമെന്ന് പ്രീതി പറഞ്ഞു. ആരെയെങ്കിലും നായ്ക്കളെ ദത്തെടുക്കാൻ മുന്നോട്ട് വന്നാൽ അവർക്ക് കൈമാറാനും പോസ് തയ്യാറാണ്. കഴിഞ്ഞ ദിവസമാണ് ലോറി ഇടിച്ച് സിജോ മരിക്കുന്നത്. തൃശൂർ മണ്ണുത്തിയിൽ വെച്ചായിരുന്നു അപകടം. പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വാഹനമിടിച്ച് മരിക്കുകയായിരുന്നു സിജോ. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സിജോ നടു റോഡിൽ പൂച്ച കിടക്കുന്നത് കണ്ടപ്പോൾ ബൈക്ക് നിർത്തി പൂച്ചയ്ക്കടുത്തേക്ക് ഓടുകയായിരുന്നു. എന്നാൽ എതിരെ വന്ന ലോറി സിജോയെ ഇടിച്ച് തെറിപ്പിച്ചു. മാതാപിതാക്കളുടെ മരണശേഷം കാളത്തോടുള്ള വീട്ടിൽ ഏറെക്കുറെ ഒറ്റയ്ക്കാണ് സിജോ കഴിഞ്ഞിരുന്നത്. അന്ന് മുതൽ സിജോയ്ക്ക് കൂട്ടായി അവൻ രക്ഷിച്ചെടുത്ത ഈ 8 നായ്ക്കളായിരുന്നു കൂട്ട്. വീട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം അകലെ തൃശൂർ മണ്ണൂത്തി റോഡിലെ ജംഗ്ഷനിൽ വെച്ചാണ് സിജോയ്ക്ക് അപകടം സംഭവിച്ചത്. പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ ഓടിയപ്പോൾ ഓടല്ലേടാ എന്ന് റോഡിന് വശത്തു നിന്നവർ വിളിച്ചു പറഞ്ഞെങ്കിലും സിജോ റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു. 2 പൂച്ചകളാണ് ഈ സമയത്ത് റോഡിലുണ്ടായിരുന്നത്. സിജോ ചെന്നപ്പോഴേക്കും ഒരു പൂച്ച റോഡിൽ നിന്ന് മാറിയിരുന്നു. അതിനിടെ അതിവേഗത്തിൽ വന്ന ലോറി സിജോയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ സിജോയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.